നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മലയാള സിനിമ മനസ്സു നിറഞ്ഞൊന്ന് പ്രേമിച്ചിട്ട് എത്ര കാലമായി? പോട്ടെ, മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചിട്ട് എത്ര കാലമായി? ഈ വാലന്റൈൻസ് ഡേ കാലത്ത് മലയാളികൾക്കായി ഹൈദരാബാദിൽ ഒരുങ്ങിയ ഒരു മുഴുനീളൻ യുവത്വ ചിത്രമായ പ്രേമലു കണ്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യങ്ങളാണിത്. 60 കഴിഞ്ഞ സൂപ്പർ താരങ്ങളും മധ്യവയസ്സ് പിന്നിട്ട നായകന്മാരുമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ അല്ലു അർജുനൊക്കെ ഉണ്ടാക്കിയ പോലെയുള്ള ഒരു ക്യാമ്പസ് ഹിറ്റുകൾ ഉണ്ടാകില്ലല്ലോ. പക്ഷേ തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണ്യവുമൊക്കെ മലയാളിക്ക് സമ്മാനിച്ച ഗിരീഷ് ഏടി എന്ന സംവിധായകൻ പ്രേമലു എന്ന പടത്തിലൂടെ ഒരുപാട് കാലത്തിന് ശേഷം പ്രണയത്തെ മലയാള സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കിടുക്കലു, കേമലു, വൈബലു എന്നൊക്കെ പറയാവുന്ന സിനിമ തന്നെ. തുടക്കം മുതൽ അവസാനം വരെ ഒത്തിരി നർമ്മവും ഇത്തിരി നൊമ്പരവും അതിനൊക്കെ അപ്പുറത്തായി യുവത്വത്തിന്റെ ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യിക്കുന്ന ഒരു സിനിമ. പടം തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ 35 മിനിറ്റ് കടന്നു പോകുന്നത് അറിയേയില്ല. സംവിധായകൻ ഗിരീഷ് ഏടിയെ സംബന്ധിച്ച് ഇതൊരു ട്രിലജി കോംബോ തന്നെ. തണ്ണീർമത്തൻ ദിനങ്ങളിലെ +2 പ്രണയം കഴിഞ്ഞ സൂപ്പർ ശരണ്യയിലെ കോളേജ് പ്രണയം വഴി പ്രേമലുവിൽ കോളേജ് പാസ് ഔട്ടുകളുടെ പ്രേമകഥ വരെ എത്തി നിൽക്കുന്നു ഗിരീഷിന്റെ സിനിമകൾ. കാലത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന സിനിമകൾ തന്നെ. സത്യത്തിൽ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഇതുപോലത്തെ ട്രിലജികൾ. കാരണം പ്രമേയ സാമ്യം വരുന്നത് കൊണ്ട് തന്നെ ആവർത്തന വിരസത തോന്നാം. പക്ഷേ മേക്കിങ്ങിന്റെ ബ്രില്യൻസ് കൊണ്ടത് പരിഹരിച്ചിരിക്കുകയാണ് ഗിരീഷ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇന്റർവ്യൂകളിൽ പറയുന്നത് പോലെയുള്ള യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരു ടിപ്പിക്കൽ മല്ലുവാണ് ചിത്രത്തിലെ നായകൻ സച്ചിൻ. നസ്ലിൻ ഈ വേഷം ഗംഭീരമാക്കുന്നു. മാർക്കില്ലാതെ തമിഴ്നാട്ടിൽ പഠിച്ച ബിടെക് ബിരുദം നേടിയ തൊഴിൽ രഹിതൻ. എങ്ങനെയെങ്കിലും UK എത്തുകയാണ് അയാളുടെ ആഗ്രഹം. പതിവ് പോലെ ഒരുപാട് പ്രണയ പരാജയങ്ങളിലൂടെയും അയാൾ കടന്നുപോയി. പ്രത്യേകിച്ച് ഗോളൊന്നുമില്ലാതെ വീണടം വിഷ്ണു ലോകം എന്ന മോഡലിൽ ഒരു അപ്പൂപ്പൻ താടി പോലെ അവൻ ജീവിച്ചങ്ങ് പോകുന്നു. ഇതിൽ നിന്നും വിപരീതമാണ് മമിത ബൈജു അവതരിപ്പിച്ച റീനു എന്ന നായിക. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പെൺ മുന്നേറ്റങ്ങളെ കൃത്യമായ ചിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. റീനു തന്റെ 30 വയസ്സ് വരെയുള്ള ജീവിതത്തെ പറ്റി കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉള്ളവളാണ്. പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വൻകിട IT കമ്പനിയിലെ ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആണവൾ. കോളേജ് പ്രണയം പൂത്തിലായെങ്കിലും ഭാവി പങ്കാളിയെ പറ്റി വലിയ സ്വപ്നങ്ങൾ അവൾക്കുണ്ട്. സച്ചിനും റീനുവിനും കൂടെയുള്ള ചങ്കുപടികൾ ഓരോന്ന് വീതം ഇവരും ഗംഭീരമാക്കുന്നു. ഇവർ ഹൈദരാബാദ് പോലെയുള്ള വിശാലമായ നഗരത്തിൽ യാദൃച്ഛികമായി കണ്ടുമുട്ടുകയാണ്. ചെന്നൈയും ബാംഗ്ലൂരുവും മുംബൈയും ഒക്കെ മലയാള സിനിമകളുടെ പശ്ചാത്തലമായി നിരവധി തവണ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഹൈദരാബാദ് അങ്ങനെ ചിത്രത്തിൽ മുഴുനീള പശ്ചാത്തലം ആയിട്ടില്ല. ചിത്രത്തിൽ ഒരു ലൂവാൽ കയറുന്നത് ആ തെലുങ്ക് ഛായയിൽ നിന്നും തന്നെ. സ്ഥിരം പ്രേമരോഗിയായ സച്ചിൻ ആദ്യ കാഴ്ചയിൽ തന്നെ റീനുവിനെ അനുരക്തനായി. ഇവിടെ ഒരു വില്ലന്റെ ഛായയുള്ള എന്നാൽ കോമഡിയിൽ കാര്യം പറയുന്ന ഒരു സഹനടനെ കൂടി സംവിധായകൻ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ആദി, റീനുവിന്റെ ബോസ്. സിനിമയിൽ ശ്യാം മോഹൻ ഈ വേഷം രസകരമായി ചെയ്യുന്നു. എന്തും സർപ്രൈസ് കോമഡി ആക്കാറുള്ള ഇദ്ദേഹത്തിന്റെ ശ്രമമൊക്കെ ചിരിപ്പിച്ചും സിനിമയുടെ തുടക്കത്തിൽ റീനുവിന് ആദിയോടൊരു ക്രഷ് ഉണ്ടെന്നതിന്റെ സൂചനകളുണ്ട്. അവളുടെ കണ്ടീഷനുകൾക്ക് ചേരുന്ന ആദിക്കാണോ, മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന മട്ടിൽ ജീവിക്കുന്ന സച്ചിനാണോ പ്രണയം നൽകുക എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പിന്നീടുള്ള കഥ. അത് അനുഭവിച്ച് തന്നെ അറിയണം. മലയാള സിനിമ എന്നാൽ മാസും ആക്ഷനും മാത്രമല്ല, റൊമാൻറ്റിക്കും കോമഡിയും ഒത്തിണങ്ങുന്നതാണെന്ന് തെളിയിക്കുന്ന ഗിരീഷ് ഗോൾഡൻ ടച്ച് തന്നെയാണ് പ്രേമലു.